കുവൈറ്റിൽ കഴിഞ്ഞ ആഴ്ച നടന്ന മലയാളി നേഴ്സുമാരുടെ കൊലപാതകത്തെപ്പറ്റി, മലയാളി നേഴ്സുമാരുടെ മരണത്തെപ്പറ്റി അറിയാൻ കഴിഞ്ഞത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചു. എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വ്യക്തമായി അറിയാൻ കഴിഞ്ഞത് കുത്തിയ ഭർത്താവായ മലയാളി നേഴ്സിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സംശയമുണ്ടായിരുന്നുവെന്നും എന്നാണ് ഒരു വാദം. അടുത്ത വാദം എന്ന് പറയുന്നത് സംശയം എന്നതിനേക്കാൾ ഉപരി അമിതമായിട്ടുള്ള ദേഷ്യം ആണ് അദ്ദേഹത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. ഇല്ലേ, എല്ലാം നേടി എന്ന് വിചാരിക്കുന്നു. യൂറോപ്പിൽ അല്ലെങ്കിൽ ഈ ഗൾഫിലൊക്കെ വന്ന് അവർക്ക് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുവൈറ്റിലെ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവും. ആ നേഴ്സും, ഭർത്താവായിട്ടുള്ള നേഴ്സും മോശമല്ല, അദ്ദേഹത്തിനും നല്ല ശമ്പളം, കുവൈറ്റ് ഗവൺമെൻറ് സർവീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന വളരെ ശമ്പളത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ വിചാരിക്കുന്നു നാട്ടിൽ നിസ്സാരമായ പൈസ കുറവുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ പണവും പ്രശസ്തിയും ജീവിത സൗകര്യങ്ങളും ആഡംബരങ്ങളും എല്ലാം ഉണ്ടായിട്ടും ജീവിക്കാൻ മറന്നു പോകുന്ന, സന്തോഷിക്കാൻ കഴിയാത്ത, ശരിക്കും ഇതൊന്നുമല്ല സന്തോഷത്തിൻ്റെ യഥാർത്ഥ ഒരു അവസ്ഥ എന്ന് ആണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. കൊല്ലാൻ പോയ ഒരാൾ പല തവണ ഒരു പക്ഷേ നിന്നെ കൊല്ലും ഞാൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ആങ്കറിൻ്റെ ഒരു മൂർത്തിഭാവം എടുത്തു കാണാം. എന്തുകൊണ്ട് ഈ പെൺകുട്ടിക്ക് അയാളിൽ നിന്ന് മാറാനായിട്ട്, അല്ലെങ്കിൽ മറ്റ് ലീഗലായിട്ട് അയാളിൽ നിന്ന് വേർപിരിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൂടാ എന്നുള്ളത്, എന്തും സഹിച്ചും ജീവിതം പിടിച്ചു നിർത്തുക എന്ന് കരുതുന്ന ഒരു പാർട്ട്ണറുടെ ഒരു അവസ്ഥ ശരിയാണ്. നമ്മൾ കുട്ടികളുണ്ട്, നമ്മൾ ഈ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പല കാര്യങ്ങളും ചെയ്യണം. അദ്ദേഹത്തെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളുടെ ഇത് ആവശ്യം തേടാം. ഇതൊക്കെ നമ്മൾ ഒരു കുറവായിട്ട് കാണാതെ ക്രിയാത്മകമായിട്ട് ജീവിതത്തിൽ അദ്ദേഹത്തെ കൂടെ നിർത്തണം, അല്ലെങ്കിൽ പാർട്ട്ണറെ കൂടെ നിർത്തണം, വളരെ പോയിസണായിട്ടുള്ള ഒരാളെ കൂടെ നിർത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും അവർക്ക് മാറ്റം ഉണ്ടാവുന്നില്ല, അവസരം കൊടുത്തിട്ട് മാറ്റം ഉണ്ടാവുന്നില്ല എന്നെങ്കിൽ ആ ജീവിതത്തിൽ നിന്ന് വേർപിരിയുന്നതാണ് ഏറ്റവും നല്ലത്. കൊലപാതകം ചെയ്യുമ്പോൾ ഓർക്കുക ആ മക്കളുടെ അവസ്ഥ. ഇനി ആ രണ്ട് സഹോദരങ്ങളെ വിശ്വസിച്ച് ജീവിച്ച ആ കുടുംബങ്ങളുടെ അവസ്ഥ, അവരൊക്കെയാണ് അനാഥരായി പോകുന്നത്. അതായത് ഭർത്താവിൻ്റെ കുടുംബമാണെങ്കിലും ഭാര്യയുടെ കുടുംബമാണെങ്കിലും ആ മക്കളുടെ കാര്യമാണെങ്കിലും കൂടുതൽ വലിയ കോംപ്ലിക്കേഷനിലേക്കാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പോകുന്നത്. പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി വിധിക്കാനൊന്നും നമ്മൾ ആളല്ല. പക്ഷേ നമുക്ക് ശരിക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുമായിക്കൊള്ളട്ടെ, എന്ത് പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, എന്തിന് കൊല്ലുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അല്ലെങ്കിൽ എന്തിന് മരിക്കാനായി നിന്നു കൊടുക്കുന്നു, എന്തിന് ഇത്രയേറെ സഹിക്കുന്നു? ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചർച്ചകൾ. പെൺകുട്ടിക്ക് മറ്റൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ കൂട്ടുകാരുടെ ഇടയിലൊക്കെയുള്ള ഒരു ചർച്ച മാത്രമാണ്. ഒരിക്കലും അങ്ങനെയൊന്നും ആയിരിക്കില്ല. എങ്കിലും ഞാൻ പറയാണ്, ഇൻ കേസ് ഒരു ഭർത്താവ് നേരിട്ട് അറിയുകയാണ്, ആ സ്വന്തമായിട്ട് വിശ്വസിച്ച ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന്, മനസ്സിന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത കാര്യമാണ് വിശ്വാസവഞ്ചന എന്നുള്ളത്. ആരായാലും തകർന്നു പോകും. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നു, ദിനേശ് കാർത്തിക്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇതുപോലെ തൻ്റെ അടുത്ത സുഹൃത്താൽ പ്രഗ്നൻ്റ് ആയ വിവരമാണ് അദ്ദേഹം അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കരിയർ തകർന്നു, ജീവിതം തകർന്നു. ഈ അവസ്ഥയിൽ അദ്ദേഹം ആ പെൺകുട്ടിയിൽ നിന്ന് വേർപിരിയുകയും മറ്റൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ മധുര പ്രതികാരം എന്നുള്ള ഒരു രീതിയിലാണ് ദിനേശ് കാർത്തിക് ജീവിക്കുന്നത്. അദ്ദേഹം ക്രിക്കറ്റിൻ്റെ ഉയരങ്ങളിലേക്ക് വീണ്ടും എത്തുകയും അദ്ദേഹത്തിൻ്റെ വൈഫ് നല്ല ഒരു സ്പോർട്സ് വുമണായി അവരും വളരെ ഉയരങ്ങൾ കീഴടക്കുകയും മറ്റ് പാർട്ട്ണർക്ക്, ആ ചതിച്ചിട്ട് പോയ പാർട്ട്ണർക്ക് കൊതി തോന്നുന്ന രീതിയിൽ ഉയരത്തിലെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ്. കാരണം ഇതൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ തുടക്കത്തിലെ സ്ട്രഗിളുകളൊക്കെ കടന്നു തരും. കൈപ്പേറിയ അനുഭവങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല. ഏറ്റവും കൈപ്പേറിയ അനുഭവം കിട്ടിയവർ ഏറ്റവും ഉയർച്ചയിലേക്ക് വരാൻ കാലങ്ങൾ എടുത്തേക്കാം. പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ.
ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കുന്ന ഞങ്ങളുടെ ഓർഗനൈസേഷനിലായിട്ടുള്ള ആർട്ട് ഓഫ് ലിവിങ്ങിൽ നല്ല മനോഹരമായ ഒരു കോഴ്സുണ്ട് ജീവിതത്തിൻ്റെ സ്ട്രഗിളിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുന്ന. അതുപോലെയുള്ള കോഴ്സുകൾ ചെയ്യാം, ജിം ചെയ്യാം, എക്സസൈസ് ചെയ്യാം, രാവിലെ എഴുന്നേറ്റ് ഓടാം. സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും നശിപ്പിക്കാതിരിക്കുക. സ്വന്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ പുതിയ വഴികൾ തേടി മുന്നോട്ട് പോകുക. സ്ട്രഗിളായിരിക്കും, ഒരിക്കലും ഒരു സുഗമമായിരിക്കില്ല. പക്ഷേ മറ്റൊരു വഴിയില്ലെങ്കിൽ അത് എങ്കിലും ചെയ്യുക. പ്ലീസ്, പരസ്പരം കൊല്ലാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.